ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യണത് ചക്കക്കുരും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചക്കക്കുരുവൊക്കെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കുമ്പളങ്ങ ഇല്ലേ, അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറത്തെ എയറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ചക്കക്കുരൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയുടെ പീസുകളില്ലേ, അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം ഒരു പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പിലേക്കൊന്ന് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിസിൽ വന്നപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയത്തേക്ക് ഇട്ടിട്ട് ഈ പുളിവെള്ളം ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇറക്കി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിയിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ കടുകും കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ കുക്കറിൽ ചക്കക്കുരും കുമ്പളങ്ങയും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചക്കക്കുരും കുമ്പളങ്ങയും ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ചക്കയ്ക്കും ചക്കക്കുരുവിനൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്നും മിസ്സാക്കാതെ നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് കഴിപ്പിക്കുക. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കറികളായിട്ടൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മസാല രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുക്കിംഗ് ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ബാച്ചിലേഴ്സ് അവർക്കൊക്കെ വേണ്ടിയുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കും ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. താങ്ക് യു.